പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. സാധാരണ ഇതുപോലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ ചില സമയത്ത് കേട്ടറിഞ്ഞ് ചിലർ വരും. അത് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും അല്ല വരുന്നത്. സൗഹൃദം പുതുക്കാനോ പിണക്കം മാറ്റാനോ ഒക്കെ ആയിരിക്കും. അതുപോലെ ഇവിടെയും ഒരാള് വന്നിട്ടുണ്ട്. ഞങ്ങള് അയാളോട് സംസാരിച്ചിരിക്കുവായിരുന്നു. അയാളുടെ മനസ്സിൽ എന്തോ വലിയ കുറ്റബോധമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആന്റിയോടും ആന്റിയുടെ കുടുംബത്തോടും അയാൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. പക്ഷെ എന്ത് തെറ്റാന്ന് ചോദിച്ചപ്പോ പറയുന്നില്ല. പിന്നെ പറയാൻ താല്പര്യമില്ലാത്ത ആളെ കൂടുതൽ നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. എന്നോടും എന്റെ കുടുംബത്തോടും വലിയ തെറ്റ് ചെയ്തയാളോ? അങ്ങനെ ആരും ഇല്ലല്ലോ. ഉണ്ട് ആന്റി, അയാള് ഞങ്ങളോട് പറഞ്ഞല്ലേ. അയാൾക്ക് എങ്ങനെയെങ്കിലും ആന്റിയുടെ പിണക്കം മാറ്റണമെന്നുണ്ട്. അതുകൊണ്ട് ആന്റിക്ക് തരാൻ വലിയൊരു ഗിഫ്റ്റുമായിട്ട് അയാൾ വന്നിരിക്കുന്നത്. കുറ്റബോധം കൊണ്ട് മാപ്പ് പറയാൻ വരുന്നവരോട് ഇനിയും പിണക്കം കാണിക്കാൻ പാടില്ല, അല്ലേ ആന്റി? ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും ക്ഷമിക്കണം, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ, എന്നോട് ആരും അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയാളോട് ക്ഷമിക്കാൻ എനിക്കൊരു മടിയില്ല. അപ്പൊ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ആളെ ഇങ്ങോട്ട് വിളിക്കാം. പാർവതി വാ. ഇവളോട് ഞാൻ ക്ഷമിക്കാനോ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ കള്ളമൊഴി കൊടുത്തു പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച ഇവളോട് ഞാൻ ക്ഷമിക്കാനോ? ഇവളോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. അമ്മേ, ആന്റി, ആന്റി, ആന്റി. അവരെന്താ വരാത്തത് രാമനാഥ? ഭദ്രദീപം തെളിയിക്കുന്നത് ഗുരുതി പൂജയുടെ പ്രധാനപ്പെട്ട ചടങ്ങാ. നിണം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്ത് ഉരുളി കമഴ്ത്തുന്നതിനിടയിൽ അനേകം ചടങ്ങുകളുണ്ട്. ഓരോന്നിനും ഓരോ സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. ദുർഗായാമം അവസാനിക്കുന്നതിന് മുൻപ് അത് മുഴുവൻ അവസാനിക്കുകയും വേണം. അവരുടനെ എത്തും വല്യത്താനെ, വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പൂജ നടക്കണം തന്നെയാ എന്റെ ആഗ്രഹം. ഇവനെ ഓർത്ത് ഇനിയും തീ തിന്നാൻ എനിക്ക് വയ്യ. പക്ഷെ പൂജയ്ക്ക് വിളക്ക് തെളിച്ചപ്പോ കത്താതിരിക്കുന്നത് ലക്ഷണക്കേട് തന്നെയല്ലേ? അത് ആലോചിക്കുമ്പോ എന്റെ മനസ്സിലെന്തോ. പാർവതിക്ക് വിളക്ക് തെളിയിക്കാൻ കഴിയുന്നല്ലേ വല്യത്താൻ പറയുന്നത്? പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പാർവതിയെ കൊണ്ട് തന്നെ വിളക്ക് കൊളുത്തിപ്പിക്കാം. പക്ഷേ ലക്ഷണക്കേട് കണ്ട സ്ഥിതിക്ക് ഇന്ന് പൂജ നടത്തണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പാർവതിയും കൂട്ടി നമുക്ക് നാളെ നേരത്തെ വരാം. അതല്ലേ നല്ലത്? വല്യത്താൻ എന്ത് പറയുന്നു? ദേവിയുടെ മുന്നിലെ ഭദ്രദീപം തെളിയിച്ചില്ലെന്നേ ഉള്ളൂ. ദുർഗാദേവിയുടെ മൂലമന്ത്രം ചൊല്ലി ഞാൻ തെളിയിച്ച വിളക്കാത്. ഫലത്തിൽ പൂജ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അത് പാതിയിൽ അവസാനിപ്പിച്ചാല് അതിനേക്കാൾ ലക്ഷണക്കേട് വേറെയില്ല. കൈലാഷിന്റെ ജീവൻ വെച്ച് കളിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അയ്യോ, അങ്ങനെയാണെങ്കിൽ പൂജ മുടക്കണ്ട. നിങ്ങൾ മുക്തി ഒന്ന് വിളിച്ചു നോക്ക്. അങ്കിള്, ഞാൻ അവളെയും കൊണ്ട് ചെല്ലുന്നത് കാണാത്തതുകൊണ്ട് വിളിച്ചതാ. എന്താ ഇപ്പൊ പറയാ?
അവൾക്ക് പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞ അവൾക്ക് ഫോൺ കൊടുക്കാൻ അങ്കിള് പറയും. ഒരു വഴിയുണ്ട്. പാർവതി, പാർവതി, പാർവതി വാതിൽ തുറക്ക്. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. വാതിൽ തുറക്ക് പാർവതി. മോളെ മുക്ത, പ്ലീസ് പാർവതി. പൂജയുടെ കാര്യം ആയതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധിക്കുന്നേ. അവിടെ അങ്കിളും ആന്റിയും കൈലാഷും എല്ലാം നിന്നെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക. പാർവതി, അവര് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മുക്ത പാർവതിയുടെ വാതിൽ തട്ടി വിളിക്കുന്ന കേക്കാം. മോളെ മുക്ത. അങ്കിൾ, പാർവതി റൂമിൽ കയറി വാതിൽ അടച്ചിരിപ്പാ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് വാതിൽ തുറക്കുന്നില്ല. അവളെന്തിനാ വാതിലടച്ചിരിക്കുന്നത്? അറിയില്ല. ഞാൻ അവളുടെ റൂംമേറ്റ്സിനോടൊക്കെ ചോദിച്ചു. അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു അത്രേ. അതിനുശേഷം ഇങ്ങനെയാ, എന്തോ ഫാമിലി ഇഷ്യൂവാ. ഞാൻ അവളെ വിളിച്ച് പറയാം. വീട്ടുകാരോട് സംസാരിച്ച ശേഷമേ അവള് ഫോൺ അറിഞ്ഞു പൊട്ടിച്ചു. അതിവിടെ ചെതറി കിടക്കുന്നുണ്ട്. അങ്കിൾ അവളെ വിളിച്ചാലും കിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും മോളെ? ദുർഗായാമത്തിന് മുമ്പ് പൂജ അവസാനിപ്പിക്കുകയും വേണം. തുടങ്ങി വെച്ച പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനും കഴിയില്ല. പൂജ മാറ്റി വെക്കൊന്നും വേണ്ട അങ്കിൾ. ദേഷ്യം തണുക്കുമ്പോ പാർവതി റൂമിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും അവളെ അവിടെ എത്തിച്ചോളാം. അവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ. ഹോ, ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. അങ്കിളിന് സംശയമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. പൂജ കഴിഞ്ഞാലും അവൾ അവിടെ എത്തില്ല. ദേവിയുടെ ഭദ്രദീപം പാർവതി കൊളുത്തില്ല. അവള് വീട്ടുകാരോട് വഴക്കിട്ട് മുറിയിൽ കയറി ഇരിപ്പാണത്രേ. മുക്ത എത്ര പറഞ്ഞിട്ടും അവള് വാതിൽ ഉറക്കുന്നില്ല. അവള് എങ്ങനെയെങ്കിലും പാർവതിയോട് എത്തിക്കും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എൻ്റെ ഒരു സംശയം മാത്രമാണ്. വല്യത്തനെ അവിശ്വസിക്കുകയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കൈലാഷ് ചോദിച്ചോളൂ. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പാർവതി ജലാഭിഷേകം നടത്തിയതുകൊണ്ട് മാത്രം അവൾക്ക് അമ്മയേക്കാൾ വലിയ സ്ഥാനം ലഭിക്കില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ തന്നെ ദീപം തെളിയിക്കണമെന്ന് ദേവി തീരുമാനിച്ചത്? കൈലാഷ് ചോദിച്ച ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കായിരുന്നു ഇത്രയും സമയം. സ്വന്തം അമ്മ പ്രാർത്ഥിക്കുന്നത് പോലെ അവൾ ഒരിക്കലും കൈലാഷിന് വേണ്ടി പ്രാർത്ഥിക്കില്ലല്ലോ. എനിക്ക് തോന്നിയത് ഞാൻ പറയാം. കൈലാഷിന്റെ ശത്രുക്കൾ അവളെയും നോട്ടം വെച്ചിട്ടുണ്ടാവാം. ശരിയാ വല്യത്താനെ. അവർക്ക് കൈലാഷിനോടുള്ളതിനേക്കാൾ ശത്രുത അവളോടാ. അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ അത് തന്നെ കാര്യം. കൈലാഷും അവളും ഒരുപോലെ ആപത്തില്ല. രണ്ടുപേർക്കും ദേവിയുടെ രക്ഷാവലയം വേണമെന്ന് ദേവി നമുക്ക് പറഞ്ഞു തരികയാണ്. അവൾക്ക് ഒരു അപകടവും സംഭവിക്കരുത്. വല്യത്താൻ പൂജ തുടർന്നോളൂ. അവൾ ഇവിടെ എത്തും. അമ്മേ, നീ വരുന്നില്ലെങ്കിൽ വേണ്ട. ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവാൻ എനിക്ക് ആരെയും കൂട്ടു വേണ്ട.